കല്യാണത്തിന് പങ്കെടുക്കാൻ വരുന്ന പോലെ ആൾക്കൂട്ടത്തിനിടയിൽ ചിരിച്ചു കളിച്ചു വരുന്ന ഒരേ ഒരാൾ റിനി. എന്താ അല്ലേ, ഇത്ര ഉളുപ്പ് നശിച്ചു പോയി ഒന്ന് ആലോചിച്ച് നോക്കാണ്. വരുന്ന എല്ലാ നടന്മാരെയും കാണാം, എല്ലാരെയും കാണാം, പാർട്ടിക്കാരെ കാണാം, എല്ലാവർക്കും ഒന്ന് ചിരിക്കാം എല്ലാവരും. പക്ഷെ അത്രയും ആൾക്കാരിലും എല്ലാവരും സങ്കടത്തോടെ ഇരുന്നിട്ടും ഈ ഒരു വ്യക്തി മാത്രം ചിരിച്ച് കളിച്ചു വരുന്നുണ്ട്. ഒന്ന് സ്റ്റൈലാകണം, അവരുടെ ശ്രദ്ധ നേടണം, ഒന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകണം എന്നൊക്കെയുള്ള ചിന്താഗതി മാത്രം വെച്ചിട്ട് മരണ വീട്ടിൽ വന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഈ ദിവസമാണ് നമ്മുടെ മഹാൻ നന്നായ സലീം കുമാർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ അന്ത്യോപകാര ചടങ്ങിലാണ് ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും റിനി എത്ര വൈറലാകാനും പ്രശസ്തിയാകാനുള്ള ഒരു പ്രധാന കാരണം ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചിട്ട്, അത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കുറെ അലിഗേഷൻസ് ഇങ്ങനെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു റിനി എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ ഈ ലോകം മുഴുവൻ ജനങ്ങൾ അറിയുന്നത്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു റിനി ഇപ്പോഴും ഇങ്ങനെ സിനിമാ നടിയാണെന്നുള്ള രീതിയിൽ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മരണ വീട്ടിൽ പോലും ഏത് സാഹചര്യമാണ് എന്ന് പോലും ചിന്തിക്കാൻ ബോധമില്ലാത്തൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. മനസ്സിലാകുന്നില്ല, എവിടെയും ചിരിച്ച് കളിച്ച് വരുവാണ്. മരണ വീടാണെങ്കിൽ മരണ വീടിന്റെ സ്ഥാനത്ത് നിൽക്കുക, ഒരു സന്തോഷത്തിലുള്ള ഒരു ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. ഇത് വന്നിട്ട് എല്ലാ ആൾക്കാരും തലകുലുക്കി കണ്ടോണ്ട് പോകണേ. എന്താ അല്ലേ, കഷ്ടം തോന്നുന്നുണ്ട് ഇവരെ കാര്യം. കഴിഞ്ഞ ദിവസം സലീം കുമാറിന്റെ മകൻ അന്ത്യോപകാര ചടങ്ങിനിടയിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നമുക്ക് ഒരിക്കലും അദ്ദേഹത്തെ തെറ്റി പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ അച്ഛനാണ് അവിടെ കിടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക്, അതായത് കണ്ണീരാണെങ്കിലും ഒക്കെ വിറ്റ് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയാണ് അദ്ദേഹം അവിടെ കണ്ടത്. അതുകൊണ്ട് എല്ലാവരോടും പറയാണ്, മാറി നിൽക്ക്, നിങ്ങൾ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ എടുക്കേണ്ടത്. പക്ഷെ ആര് കേൾക്കാൻ? സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ കൂടി നിന്നവരോട് കയർക്കേണ്ടി വരുന്നൊരു മകനെ ഇന്നലെ കണ്ടു. ഒരു ഫോണുണ്ട്, ആരുടെ സ്വകാര്യതയിലേക്കും കടന്നു ചെല്ലുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ നിയന്ത്രണം വേണ്ട അരുണേട്ട എന്ന് ജ്യോതിഷ് ചോദിക്കുന്നു. 100% ജ്യോതിഷ്. ഇന്നലെ ആ കാഴ്ച കണ്ടപ്പോൾ നമുക്ക് ശരിക്കും സങ്കടമാണ് വന്നത്. ചന്തു ഗത്യന്തരമില്ലാതെയാണ് ഇന്നലെ അവിടെ ആ ഓൺലൈൻ പപ്പരാസികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്നവരോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് ഇനിയും അവരൊന്ന് മനസ്സിലാക്കണം. മാധ്യമങ്ങൾക്കെല്ലാം അവിടെ ക്യാമറകൾ വയ്ക്കാനൊക്കെയുള്ള കൃത്യമായ സ്ഥലവും ക്രമീകരണവും അവിടെ ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്തേക്ക് ഈ വരുന്ന താരങ്ങളുടെ ഫോട്ടോ എടുക്കാനും ഇതിനിടയിൽ നിന്ന് ആഘോഷ നിമിഷങ്ങൾ കണ്ടെത്താനും വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ചില ഓൺലൈൻ പപ്പരാസികളുണ്ട്. ആ ഓൺലൈൻ പപ്പരാസികളോടാണ് താഴെ അവിടെ മരിച്ചു കിടക്കുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിലെ മനുഷ്യരായിരുന്നെങ്കിൽ ഇതേപോലെ വന്ന് ഈ താല്പര്യപ്രകാരം വന്ന് ഇത് എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ കുട്ടി ചന്തു അത് ചോദിച്ചില്ല. ചന്തു ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം അതായിരുന്നു. പക്ഷേ അതല്ല ആ ചന്തു പറഞ്ഞത്. ഒന്ന് മാറി നിൽക്കാൻ ഒടുവിൽ സഹികെട്ടാണ് അയാൾ പറയുന്നത്. എന്നിട്ട് എന്തൊക്കെയാണ് ചില സോഷ്യൽ മീഡിയകളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അതിന് വിട്ടാൽ നാട്ടുകാർ കയ്യേറ്റം ചെയ്യും തെരുവിൽ എന്നുള്ളത് ഇത്തരം ഓൺലൈൻ പപ്പരാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. 100% ചന്തു ചെയ്തത് ശരിയാണ്. ചന്തുവിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നു. എന്തിന് മുഖ്യമന്ത്രി വരെ പ്രതികരിക്കേണ്ടി വരുന്ന അവസ്ഥ വന്നില്ലേ? മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞില്ല, അങ്ങോട്ട് മാറി നിൽക്കാൻ പറയുന്നത് നമ്മൾ ഇന്നലെ കേട്ടതല്ലേ. നമുക്ക് തന്നെ തോന്നി ഇത് എന്തൊരു കഷ്ടമാണ് എന്നാണ് തോന്നിയത്. അപ്പോൾ ഇത് വല്ലാതെ കുഴപ്പമായി തീരുന്നുണ്ട്. സ്വയം നിയന്ത്രിച്ച നിങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ ഒരു സെലിബ്രിറ്റികളുടെ വീടുകളിലാണ് ഇങ്ങനെ നടക്കുന്നത്. സിനിമ നടന്മാരൊക്കെ ഒരുമിച്ച് ഒരുപാട് പേര് വരുമല്ലോ. അപ്പൊ അവരിൽ നിന്നൊക്കെ പല കാര്യങ്ങളും ഒപ്പിയെടുക്കാനാണ് ഓടുന്നത്. പക്ഷെ അവർക്ക് എടുക്കാം, അത് എടുക്കേണ്ട സ്ഥലത്ത് എടുക്കാം. അത് എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഒരുപോലെ എടുക്കണം എന്ന് പറഞ്ഞാൽ അതൊരു നടക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ ഒരു മനുഷ്യന്റെ കണ്ണീരിനെ വിറ്റ് നമ്മൾ എടുക്കുന്നത് വേറെയാണ്. നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഏതോ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കൂടി പൊന്നാട അണിയിച്ചു കൊടുക്കുന്നു. എന്തിന്റെ കാര്യത്തിന്? അത് പൊന്നാട അണിയിക്കേണ്ട സ്ഥലമാണോ? അദ്ദേഹം ആ ഒരു മഹാനടനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അതിനിടയിൽ പൊന്നാടയും കൊണ്ടിരുന്നു. അദ്ദേഹം അത് തട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതെന്ത് മനുഷ്യരാണ്? ആ ഒരു മനുഷ്യന്റെ വീഡിയോയുടെ താഴെയിൽ വരുന്ന കമന്റ്സുകളാണ് ബെസ്റ്റ്. എന്ത് മനുഷ്യരാണ്! അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, അദ്ദേഹം ഇഷ്ടപ്പെട്ടു, അദ്ദേഹം എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടത്, അത് ഓരോരുത്തരുടെ ഇഷ്ടം. അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാത്തവർക്ക് സ്വീകരിക്കാണ്ടിരിക്കാം. ഒരു മനുഷ്യൻ മൺമറിഞ്ഞു പോയി. അതിനെ പോലും വെറുതെ വിടാത്ത കുറേ അന്തം കമ്മികളായിരിക്കാന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാൾക്ക് മുന്നേ ശ്രീനിവാസൻ മരിച്ച സമയത്തും ഇതുപോലെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. കുറെ ഓൺലൈൻ മീഡിയാസ് വന്നിട്ട് ഒരാൾ കരയുന്നതും അവരിങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും ഒക്കെ ഇങ്ങനെ വീഡിയോസ് ആയിട്ട് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്.
അതിന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ഇത് തന്നെ എടുക്കണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്റെ അച്ഛൻ ഇവിടെ ഇരിക്കണം, അവർക്കൊന്ന് മനസ്സ് തുറന്ന് കരയാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഉള്ളു തുറന്നൊന്ന് കരയാൻ പോലുള്ള സാഹചര്യം ആ ഒരു സ്ഥലത്ത് ഇല്ല. അങ്ങനെയാണ് ഇവിടെ പറയാനുള്ളത്. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരാൾ കരയുന്നത് ഒക്കെ ഇങ്ങനെ ഒപ്പി സൂം ചെയ്തെടുക്കുന്നതൊക്കെ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിനിടയിൽ തന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടും ദിലീപും വന്നിട്ടുണ്ടായിരുന്നു. ദിലീപിനെയും രാഹുൽ മാങ്കൂട്ടിനെ ഒരൊറ്റ ഫ്രെയിമിൽ കണ്ടപ്പോൾ തന്നെ ഇതുപോലെയുള്ള ആൾക്കാർക്ക് കുരുപൊട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഒരേ ടീംസ് അല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ പറയേണ്ട കാര്യം, രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ സെയിം തെറ്റ് ഈ കൂടെ നിന്ന വ്യക്തിയും ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഒരാൾ മാത്രം തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ദിലീപിനെയും വെച്ചിട്ട് അങ്ങനെ പറയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു പ്രദേശത്ത്, ആ ഒരു സ്ഥലത്ത് എന്തുമാത്രം വിഷമിച്ചിട്ടാണ് ആ ഒരു കുടുംബക്കാരും ആ ഒരു സഹപ്രവർത്തകരും ആ ഒരു സിനിമാ നടന്മാരും ഒക്കെ അവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇത് ഒരിക്കലും ഇതൊന്നും യോജിക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ. ആ ഒരു സലീം കുമാറിന്റെ മകൻ ചന്തു ഇത്രയും ഒക്കെ ഷൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും വിഷമമുണ്ട്. അത് അവരുടെ അച്ഛനാണ് അവിടെ കിടക്കുന്നത്. അവർക്ക് അത് താല്പര്യമില്ല. അവരുടെ അച്ഛന്റെ മുഖം അല്ലാണ്ട് മറ്റുള്ളവരുടെ വീട്ടുകാരുടെ മുഖമൊക്കെ ഇങ്ങനെ ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. അത് പുറമെ അത് പറഞ്ഞു കണ്ടു നിന്നപ്പോഴത്തെ ദേഷ്യം തോന്നി. അതിന് ആ ഒരു മനുഷ്യനെ പറയുന്നുണ്ട്, അത് എന്തൊരു പട്ടി ഷോ കാണിക്കുന്നു, നിനക്ക് വേറെ ജോലിയില്ലേ, എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ അതിനും കുറെ കമന്റ്സുകൾ. ഇക്കടയ്ക്ക് നോക്കി ജാസി പോലും എന്ത് സൈലന്റ് ആയിട്ട് വന്ന് കണ്ടു, ജാസി പോയി. റിനി എന്ന് പറയുന്ന വ്യക്തി എന്താണ് അവിടെ കാണിക്കുന്നത്? ഇതിൽ ഒട്ടും യോജിക്കാൻ പറ്റാതെ എന്ന് ചോദിച്ചാല് ആ റിനി വന്ന ഒരു കാഴ്ച, ചിരിച്ച് തമാശിച്ച് എന്നെ ആരെങ്കിലും കണ്ടു, എന്നെ നോക്കിക്കോളൂ, എന്നെ നോക്കി ചിരിച്ചോളൂ, എന്നാൽ എനിക്ക് കുറച്ചും കൂടി ആൾക്കാരിലോട്ട് എത്താം എന്നുള്ള രീതിയിൽ ക്യാമറ ഫോക്കസ് മാത്രം കണ്ട് സ്വപ്നം കണ്ട് വരുന്നൊരു വ്യക്തി. ഇങ്ങനത്തെ ഒരു വ്യക്തി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എവിടെയും ചാടിത്തുള്ളി പോവും. എന്താ ഒരു തെളിച്ചം, ഒരു മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഒരു തെളിച്ചം എന്താണെന്ന്. സത്യം പറഞ്ഞാൽ അവര് സലീം കുമാർ എന്ന് പറയുന്ന ആ ഒരു മഹാനടനെ കാണാൻ എത്തിയതാണോ, ഇന്ന പാർട്ടിക്കാരെയോ അതോ ഇനി സിനിമാ നടന്മാരെ കാണാനോ ഒക്കെ എത്തിയതാണോ? ഇന്ന് ആകെ മൊത്തം ഡൗട്ടായിരിക്കുകയാണ്. കഷ്ടം തോന്നുന്നുണ്ട്, റിനി ചേച്ചിയെ കഷ്ടം തോന്നുന്നുണ്ട് ഇല്ലേ? അതാണ് പറഞ്ഞ അവനവന്റെ വീട്ടിൽ വരുമ്പോഴേ അവനവൻ എന്റെ വേദന മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നിട്ടില്ല. പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും സെലിബ്രിറ്റികളെ പോലും വെറുതെ വിടാത്ത ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു മര്യാദ കാണിക്കാമായിരുന്നു. കാരണം വെച്ചാല് എന്തിനാ വെറുതെ ഇങ്ങനെ മറ്റുള്ളവരുടെ ഇതിലേക്ക് കടന്നു കയറ്റം ചെല്ലുന്നത്? അതുകൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെ വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഓൺലൈൻ മാധ്യമങ്ങളെ കുറിച്ചിട്ടാണ് ഇത്രയും അലിഗേഷൻസ് വരുന്നത്.